Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഫിഷ് ബിരിയാണിയാണ്. കിങ് ഫിഷ് വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു 750 ഗ്രാം കിങ് ഫിഷ് എടുത്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. കിങ് ഫിഷ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് അയക്കൂറാന്നും ചില സ്ഥലത്ത് നെയ്മീൻ എന്നൊക്കെ പറയും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എടുക്കുന്ന മത്സ്യത്തിന് കണക്കായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത്രയും കുറച്ച് വെള്ളം ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് മത്സ്യത്തിനെ അതിൽ നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും അത് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമുക്കത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കണക്ക് കാണിച്ചു എന്ന് മാത്രം. അപ്പം നിങ്ങളുടെ അടുത്തുള്ള മത്സ്യത്തിൻ്റെ കണക്കായിട്ട് നിങ്ങൾ മസാല എടുത്താൽ മതി. ഇനി നമുക്ക് വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന ആ പാനിൽ തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പം ഇതാണ് മത്സ്യങ്ങൾ മാരിനേറ്റ് ചെയ്ത് പാത്രത്തിലാക്കി 2 മണിക്കൂറോളം മാറ്റി വെച്ചിട്ട് എടുത്തതാണ്. അപ്പം അതിൽ കൂടിയാലും കുഴപ്പമില്ല, കുറയരുതെന്ന് മാത്രം. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കണം. അപ്പോൾ വറുക്കുക എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒരു ലൈറ്റായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും റെഡിയായി കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതേ പാത്രത്തിൽ തന്നെ മത്സ്യം വറുക്കാൻ തീരുമാനിച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 വലിയ ഉള്ളി സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് അത് ഒരു തരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ഉണ്ടാവുക. അതിലേക്ക് നമുക്ക് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ചതച്ചത് ചേർക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ചതച്ചിട്ടാണ്, നല്ല അരച്ച് പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ കഷ്ടി കുരുമുളക് പൊടി, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല, അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാല. ഇത്രയും മസാലകൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് അത് വാടാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ സമയത്തൊക്കെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, തക്കാളി സോഫ്റ്റ് ആവാനായിട്ട്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ഒരു 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം അങ്ങനെ മതി. ഞാനിവിടെ ഓൾറെഡി തിളപ്പിച്ച് കെറ്റിലിൽ വെച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനൊരു ചെറിയൊരു ഗ്രേവി വേണം. നെക്സ്റ്റ് നമ്മളിതിൽ മത്സ്യത്തിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ അത് കുറച്ചൊരു ഗ്രേവിയിലിരുന്ന് വേവുമ്പോഴേ അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് മത്സ്യം ചേർക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കി വേണ്ട ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മത്സ്യത്തിൻ്റെ കഷ്ണങ്ങൾ അതിൽ വെച്ച് കൊടുക്കാം. മത്സ്യം ആഡ് ചെയ്യുമ്പം ചിക്കനെ പോലെയല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ജെൻറ്റിലായിട്ട് നമുക്കതിലേക്ക് അതിനെ വെച്ച് കൊടുത്ത് ഗ്രേവിയൊക്കെ അതിൻ്റെ മേലെ കുറച്ചിട്ടിട്ട് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് ചോറിനുള്ള പണി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിൽ 2 ഉള്ളി ഞാൻ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും വറുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ സമയത്ത് ഞാൻ ഈ എണ്ണയിൽ വേഗം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരുകയാണ്. ഇതൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് ഞാനിവിടെ 2 പട്ട, പിന്നെ ഒരു ജാതിപത്രി, 4 ഏലക്കായ, 8 ഗ്രാമ്പു, ചെറിയൊരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ചെറുങ്ങനെ തിളച്ച് തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം കഴുകി വെച്ചിട്ടുള്ള ഒരു 3 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇതിൽ ഇടുന്നത് ഓപ്ഷണലാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഫിഷ് ബിരിയാണിയിൽ അവിടെ ആ ഒരു ചുവപ്പ് ക്യാരറ്റിൻ്റെ കുഞ്ഞു കഷ്ണങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ചേർത്തു എന്ന് മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചോറ് ഈ അരി ഓൾറെഡി കുറേ നേരം വല്ല 10-20 മിനിറ്റൊക്കെ സോക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു 4.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് ഓവർ കുക്ക്ഡ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഒരു തള വന്ന് കഴിയുമ്പം നമുക്കിത് അടച്ച് വെച്ച് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. നമ്മുടെ മത്സ്യം ഇപ്പോൾ ഇവിടെ കുറച്ച് നേരമായി അടുപ്പിലിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഒക്കെ ഒന്ന് വെതറി കൊടുക്കുകയാണ്. എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചോറ് റെഡിയാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അത് ആ കഷ്ണങ്ങളുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ജെൻറ്റിലായിട്ട് ആ ഇലയൊന്ന് ആക്കി കൊടുക്കണം. ഞാൻ ഇത് ആദ്യമേ തന്നെ കുക്ക് ചെയ്യുമ്പോൾ ചേർക്കാതിരുന്നത് അതിൻ്റെ കളറൊക്കെ പോയി പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ അതിൽ ഇരിക്കുകയും ചെയ്യും, കുറച്ചൊരു കളർ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ചോറ് ഇടയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്താ അതിൻ്റെ ഒരു അവസ്ഥ എന്ന്. അപ്പം ഇത് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഒരു 90%, ഒരു 85 to 90% കുക്കാവാൻ പാടുള്ളൂ. മുഴുവനായിട്ട് കുക്കാവരുത്. ബാക്കിയുള്ളത് നമ്മൾ ദമ്മിടുമ്പോൾ ശരിക്കായിട്ട് വെന്തോളും. അപ്പം ഇനി നമുക്ക് ലെയർ ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ബിരിയാണിയുടെ മസാലയിൽ നിന്ന്, മത്സ്യത്തിൻ്റെ മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ബോളിലേക്ക് മാറ്റി വെക്കുകയാണ്. അത് നമുക്ക് ലെയർ ചെയ്യുമ്പം എടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് കഷ്ണങ്ങൾക്കൊന്നും പറ്റാതെ വേണം എടുത്ത് മാറ്റാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേവിച്ച് വെച്ച ചോറിൻ്റെ ഒരു പകുതിയോളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ 2-3 ലെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ യുക്തി പോലെ ചെയ്യുക. അപ്പം അതിന് മുകളിലായിട്ട് പുതിന ഇലയും മല്ലിയിലയും മുറിച്ച് വെച്ചതും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഉള്ളി നേരത്തെ ബ്രൗൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഗോൾഡൻ ബ്രൗൺ ആക്കിയത്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ മസാല, അതും കൂടി കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 ലെയറേ ഇടുന്നുള്ളൂ. അപ്പോൾ എടുത്ത് വെച്ച മസാല മുഴുവൻ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ 3 ലെയർ ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇനി കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിനൊരു കളറ് കിട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് പാലിൽ മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി മാത്രമാണ്. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് വെള്ളയായിട്ട് തന്നെ അങ്ങനെ വിട്ടാൽ മതി. മസാലയൊക്കെ മിക്സ് ആകുമ്പോൾ എന്തായാലും ഒരു കളറ് കിട്ടും. ഇനി നമുക്ക് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അതായത് ബാക്കിയുള്ള മുഴുവൻ ചോറും അതിന് മുകളിലിട്ട് നേരത്തെ പറഞ്ഞ അതേ ഓർഡറിൽ എല്ലാ സാധനങ്ങളും, ഇലകളും, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഉള്ളി, അതുപോലെ തന്നെ നെയ്യ്, മഞ്ഞൾ കലക്കിയ പാല് എല്ലാം ഒഴിക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അപ്പോൾ അടയ്ക്കുന്നത് ഞാനിവിടെ വെറുതെ മൂടി വെക്കുന്നതിന് പകരം ആദ്യം ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാണ്. അതിൻ്റെ മുകളിലാണ് മൂടി വെക്കുന്നത്. എന്നിട്ട് അത് നല്ല ടൈറ്റായിട്ട് അവിടെ അമർന്ന് നിൽക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു പാത്രം വെച്ചിട്ടാണ് ഞാൻ അതിനൊരു വെയിറ്റ് കൊടുക്കുന്നത്. 15 മിനിറ്റിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് പിന്നെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. അപ്പോൾ ദമ്മിട്ട് 15 മിനിറ്റ് പിന്നെ ഒരു എക്സ്ട്രാ 15 മിനിറ്റ് അങ്ങനെ, അപ്പോൾ ഒരു അരമണിക്കൂർ. അതിന് ശേഷം നമുക്കിത് തുറന്ന് ആദ്യം ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ അടിഭാഗത്തുനിന്ന് കുത്തി ഇളക്കാൻ പാടില്ല, മത്സ്യകഷ്ണങ്ങൾ ഉടഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചോറൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുമ്പം അടിയിൽ നിന്ന് കഷ്ണങ്ങൾ എടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഈ ഫോട്ടോയിലേക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കഷ്ണം ഇങ്ങനെ മാറ്റി വെച്ചു എന്ന് മാത്രം. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.